എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 23-ാമത്തെ സർഗത്തില് 10 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. ഒരു കഥ പറയലാണ്, വളരെ രസകരമായിട്ടുള്ള കഥ പറയലാണ്. നമുക്ക് ആദ്യം 10-ാമത്തെ ശ്ലോകം നോക്കാം. അപ്പൊ കുട്ടികൾ ചോദിച്ചത് ഇത് ആരുടെ ആശ്രമമായിരുന്നു എന്നാണല്ലോ. ഗംഗാ സരയൂ സംഗമത്തിലുള്ള ഒരു ആശ്രമം, കുറെ കാലം, അതായത് കുറെ വർഷങ്ങൾ പഴക്കമുള്ളതായിട്ടുള്ള ഒരു ആശ്രമമാണ്. കുറെ ആശ്രമങ്ങൾ ഉള്ളതായിട്ടാണ് വർണ്ണിച്ചത്. അതിൽ ആരായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് പറയണത്. കന്ദർപ്പോ മൂർത്തിമാനാസീത് കാമയിത്യുച്യതേ ബുധൈഃ തപസ്യന്തമിഹ സ്ഥാണം നിയമേന സമാഹിതം. 11 കൂടി പറയാം. കൃതോദ്വാഹം തു ദേവേശം ഗച്ഛന്തം സമരുദ്ഗണം ദർശയാമാസ ദുർമേധ ഹുംകൃതശ്ച മഹാത്മനാ. ഇവിടെ പറയാണ്, ഈ ആശ്രമം എന്ന് പറയണത് അത് ആരുടെ ആയിരുന്നു എന്നാണെങ്കിൽ, ആശ്രമം ആരുടെയാണ് എന്ന് അല്ല ആദ്യം പറഞ്ഞു തുടങ്ങണത്, കാമനെ പറ്റിയിട്ടാണ് പറയണത്. കന്ദർപ്പോ മൂർത്തിമാൻ ആസീത് കാമ ഇതി ബുധൈഹി ഉച്യത്തെ. കാമൻ എന്ന് പണ്ഡിതന്മാരാൽ, അറിവുള്ളവരാൽ പറയപ്പെടുന്നവനായിട്ടുള്ള യാതൊരു ദേവനുണ്ടോ? കാമദേവൻ. ആ കാമദേവന് മറ്റൊരു പേര് കൂടിയുണ്ട്, കന്ദർപ്പൻ എന്ന്. ആ കന്ദർപ്പൻ ഒരു കാലത്ത് മൂർത്തിമാൻ ആസീത്, ശരീരമുള്ളവനായിരുന്നു. അതായത് ഇപ്പൊ ശരീരമില്ലാത്തവളെയാണ്. പണ്ട് കാമദേവന് ശരീരം ഉണ്ടായിരുന്നു. മറ്റു ദേവന്മാരെ പോലെ തന്നെ ഒരു ദേവനായിരുന്നു കാമദേവനും. എന്നിട്ടോ ആ കാമദേവൻ എന്താ ചെയ്തത്? ഇഹ തപസ്യന്തം സ്ഥാണും നിയമേന സമാഹിതം തപസ്യന്തം സ്ഥാണും കൃതോദ്വാഹം തു ദേവേശം ഗച്ഛന്തം സമരുദ്ഗണം ദർശയാമാസ. ആ ദർശയാമാസ എന്നുള്ളതാണ് അവിടുത്തെ ക്രിയാപദം. അപ്പൊ ഈ ഒരു ശ്ലോകം കൂടി കൂട്ടി പറഞ്ഞാലേ അർത്ഥം കിട്ടുള്ളൂ. അപ്പോ ഈ കാമദേവൻ ഉണ്ടല്ലോ, ആ ദേവൻ ഇവിടെ തപസ്സു ചെയ്യുകയായിരുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനെ ആക്രമിക്കാൻ വന്നു. അതാണ് തപസ്യന്തം ഇഹ. ഇഹ ഈ ആശ്രമത്തില്, ആ ആശ്രമം അപ്പൊ ആരുടെയാണ്? ശ്രീപരമേശ്വരന്റെ ആശ്രമാണ്. അവിടെ നിയമേന സമാഹിതം സ്ഥാണും, വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളും അടക്കി തപസ്സിൽ നിരതനായിരിക്കുന്ന ശ്രീപരമേശ്വരന്റെ ആശ്രമമായിരുന്നു അവിടെ. അവിടേക്ക് ഈ കാമദേവൻ വന്നു. മാത്രല്ല, കൃതോദ്വാഹം തു ദേവേശം ഗച്ഛന്തം സമരുദ്ഗണം. കൃതോദ്വാഹ പദത്തിന് രണ്ടർത്ഥം ഇവിടെ വ്യാഖ്യാനത്തിൽ കാണാനുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധമായിട്ടുള്ള മനസ്സിലാവണ അർത്ഥം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ എന്നാണ് അർത്ഥം. മറ്റൊന്ന്, കൃതോദ്വാഹൻ എന്നുള്ള വാക്കിനർത്ഥം തപസ്സിൽ നിന്ന് ഉണർന്ന എന്നാണ്. ശ്രീപരമേശ്വരൻ സതീദേവിയെ വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഒരിക്കൽ വിവാഹം കഴിച്ചവനായ, പിന്നീട് ആ കാമങ്ങളൊക്കെ ഇല്ലാതാക്കിയവനായ എന്നൊക്കെ അർത്ഥം പറയേണ്ടി വരും. അല്ലെങ്കിൽ തപസ്സിൽ നിന്ന് ഉണർന്നവനായ, ഏതർത്ഥം പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. വളരെ കഠിനമായിട്ടുള്ള തപസ് ചെയ്യായിരുന്നു ശ്രീപരമേശ്വരൻ. ആ ശ്രീപരമേശ്വരനെ തപസ്സിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് കാമദേവൻ അവിടേക്ക് വന്നത്. അപ്പോ സതീദേവിയെ വിവാഹം കഴിച്ചിട്ട് സതീദേവിയുടെ ദേഹത്യാഗത്തോട് കൂടിയിട്ട് ശ്രീപരമേശ്വരൻ പിന്നെയും തപസ് ചെയ്യാൻ പോവുകയാണല്ലോ ഉണ്ടായത്. പിന്നീടാണ് താരകാസുരന്റെ ഉപദ്രവങ്ങൾ അധികമായപ്പോൾ ദേവന്മാരൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി സമ്മേളിച്ചിട്ട് മനസ്സിലാക്കിയത് പരമേശ്വരനും ശ്രീപാർവതിക്കും ജനിക്കണ പുത്രന് മാത്രമേ താരകാസുരനെ വധിക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ശ്രീപാർവതിയും ശ്രീപരമേശ്വരനും തമ്മിലുള്ളതായ സംഗമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാമദേവൻ അവിടേക്ക് പോയത്. ആ കഥയൊക്കെ വിസ്തരിച്ച് കുമാരസംഭവത്തിൽ പറയുന്നുണ്ടല്ലോ. അതിനു വേണ്ടിയിട്ട് കാമൻ ഇവിടെ തപസ് ചെയ്യുകയായിരുന്ന ശ്രീപരമേശ്വരന്റെ അടുത്തേക്ക് വന്നു എന്നാണ് കഥ. അതാണ് ഇവിടെ പറയണത്. കൃതോദ്വാഹം തു ദേവേശം ഗച്ഛന്തം സമരുദ്ഗണം. തപസ്സിലിരിക്കുന്നവനും അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള തപോനിഷ്ഠകള് ഒരിക്കൽ വിവാഹമൊക്കെ കഴിച്ചവനുമായിട്ടുള്ള, പിന്നീട് തപസ്സിൽ നിന്ന് ലൗകികമായ ജീവിതത്തിലേക്ക് പോരാൻ ഒട്ടും താല്പര്യമില്ലാതെ ഇരിക്കുകയുമായിരുന്ന അങ്ങനെയുള്ള ശ്രീപരമേശ്വരന്റെ അടുത്തേക്ക് ഈ കന്ദർപ്പൻ എങ്ങനെയാ പോയത്? സമരുദ്ഗണം ഗച്ഛന്തം, മരുത്തുക്കളോട് കൂടിയിട്ട്, കാമനും വസന്തനും ഒക്കെ കൂടിയിട്ട്, മലയാനിലൻ അവരൊക്കെ കൂടിയിട്ട് ഒരുമിച്ചാണല്ലോ എപ്പോഴും സഞ്ചരിക്കുക. അങ്ങനെ ശ്രീപരമേശ്വരന്റെ തപസ്സുണർത്താൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഇവരെല്ലാരും കൂടിയിട്ട്. മരുത്തുക്കളോടും വസന്തകാലത്തിനോടും ഒക്കെ കൂടി പോയ ആ കാമദേവനെ ഭഗവാൻ എന്ത് ചെയ്തു? അങ്ങനെ പോയ കാമദേവൻ ഭഗവാന്റെ തപസ്സിളക്കി.
ദർശയാമാസ ദുർമേധ ദർശയാമാസ. ദുർമേധ എന്ന് വെച്ചാൽ ആ കുബുദ്ധിയായിട്ടുള്ള കാമദേവൻ ശ്രീപരമേശ്വരന്റെ തപസ്സിളക്കാൻ പുറപ്പെട്ടു. അവസാനം എന്തുണ്ടായി? മഹാത്മന ഹുംകൃതശ്ച. ഇത് അവസാനം എവിടെ ചെന്ന് കലാശിച്ചു? മഹാത്മാവിനാൽ ശ്രീപരമേശ്വരനാൽ ഒരു ഹുങ്കാരം അങ്ങോട്ട് പുറപ്പെടുവിച്ചു. ഹുങ്കാരം പുറപ്പെടുവിക്കുക എന്നുള്ളത് കൊണ്ട് പ്രത്യാക്രമണം നടത്തി എന്നർത്ഥം. ശ്രീപരമേശ്വരൻ എങ്ങനെയാണ് ആക്രമിച്ചത് കാമദേവനെ എന്നുള്ളത് നമുക്കറിയാം. മൂന്നാം തൃക്കണ്ണ് തുറന്ന് അതിൽ നിന്നുള്ള അഗ്നി പ്രവഹിച്ച് കാമദേവനെ ഭസ്മമാക്കിയ കഥ വളരെ പ്രസിദ്ധാണ്. അപ്പൊ ആ ഹും എന്ന് പറയുന്നതിനെയാണ് ഹുങ്കാരം എന്ന് പറയുന്നത്. ദേഷ്യപ്പെട്ട് ശ്രീപരമേശ്വരൻ തപസ്സിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ ആ കാമദേവനെ അവിടെ വെച്ച് ദഹിപ്പിച്ചു കളയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അവധ്യാതശ്ച രുദ്രേണ ചക്ഷുഷാ രഘുനന്ദന വ്യശീര്യന്ത ശരീരാത് സ്വാത് സർവഗാത്രാണി ദുർമതേ. അവധ്യാതശ്ച രുദ്രേണ ചക്ഷുഷാ രഘുനന്ദന. അല്ലയോ രഘുനന്ദന, അല്ലയോ ശ്രീരാമ, രുദ്രേണ ചക്ഷുഷാ അവധ്യാത. ഈ കാമദേവൻ രുദ്രന്റെ അതായത് ദൃഷ്ടി കൊണ്ട്, നോട്ടം കൊണ്ട്, അതാണ് ചക്ഷുഷ എന്ന് പറയുന്നത്. ആ ക്രുദ്ധമായിട്ടുള്ള നോട്ടം കൊണ്ട് കാമദേവൻ പൊടിഞ്ഞുപോയി, മരിച്ചുപോയി എന്നർത്ഥം. കാമന്റെ ശരീരം ശിഥിലമായി പോയി. അതാണ് ഇവിടെ പറയണത്. വ്യശീര്യന്ത ശരീരാത് സ്വാദ് സർവഗാത്രാണി ദുർമതേ. ശരീരത്തിൽ നിന്ന് പ്രാണനും പോയി, ഓരോരോ ഭാഗങ്ങളും ഓരോ ദിക്കിലായി പോയി. ഭഗവാൻ പരമശിവന്റെ ശക്തിയോടാണ് പോയി കളിക്കാൻ നോക്കിയത്. ശ്രീപരമേശ്വരൻ കണ്ണിൽ നിന്ന് അഗ്നി പ്രവഹിപ്പിച്ചു. ഈ കാമദേവൻ കഷ്ണം കഷ്ണമായിട്ട് മുറിഞ്ഞു വീണു. പാവം. വ്യശീര്യന്ത എന്നൊക്കെ പറഞ്ഞാൽ അതാണ്, ഭിന്നമായി പോയി, ഛിന്ന ഭിന്നമായി പോയി ശരീരം. അങ്ങനെ മരിച്ചുപോയി. ആ ദുർമതി അത്രയ്ക്കൊക്കെ കഠിനമായിട്ട് പറയണമെന്നറിയില്ല. കാമദേവൻ അത്രയ്ക്ക് ദുർമതിയൊന്നും അല്ല. എന്നാലും ശിവന്റെ തപസ്സിളക്കാൻ പോയത് കൊണ്ടായിരിക്കും ഇവിടെ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചത്. അങ്ങനെ ആ കാമൻ അവിടെ വെച്ചാണ് ദഹിച്ച് മരിച്ചു പോയത്. അടുത്ത ശ്ലോകം നോക്കാം. തത്ര ഗാത്രം ഹതം തസ്യ നിർദഗ്ധസ്യ മഹാത്മന അശരീരഃ കൃതഃ കാമക്രോധാദ് ദേവേശ്വരേണ. കാമൻ മരിച്ചപ്പോൾ കാമം എന്ന് പറഞ്ഞ അവസ്ഥയില്ലാതെ ആയില്ല, ശരീരം മാത്രമേ പോയുള്ളൂ. അതാണ് തത്ര ഗാത്രം ഹതം തസ്യ നിർദഗ്ധസ്യ മഹാത്മന. ദേവേശ്വരന്റെ, അതായത് ശ്രീപരമേശ്വരന്റെ ക്രോധം കാരണം കാമന്റെ ശരീരം മാത്രമേ കത്തിപ്പോയുള്ളൂ. കാമന്റെ ആ ഒരു അവസ്ഥ, അതായത് കാമം എന്ന് പറഞ്ഞൊരവസ്ഥ, പ്രണയം, പ്രേമം, അതൊന്നും ഇല്ലാതെ ആയില്ല, അതൊന്നും കത്തിച്ചു കളഞ്ഞില്ല. ശരീരത്തെ നശിപ്പിച്ചു കളയുക മാത്രമാണ് അവിടെ വെച്ചിട്ട് നടന്നത്. അതോടുകൂടിയിട്ട് കാമൻ ആരായിത്തീർന്നു? അശരീരകൃത കാമ. കാമൻ അശരീരനായി. അനങ്കൻ അല്ലെങ്കിൽ സ്മരൻ എന്നുള്ള പേരൊക്കെ അങ്ങനെയാണ് കാമദേവന് പറയണത്. ശരീരമില്ലാത്തവൻ, സ്മരിക്കുമ്പോൾ ഉണ്ടാകുന്നവൻ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ്. മനോജഹ, മനസ്സിൽ മാത്രം ജീവിക്കുന്നവൻ, മനസ്സിലുള്ളവൻ എന്നൊക്കെ അർത്ഥത്തിൽ ഈ വാക്കുകളൊക്കെ പ്രയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ആ കാമൻ ഇവിടെ വച്ചിട്ടാണ് ശരീരമില്ലാത്തവനായി തീർന്നത്. ക്രോധാത് ദേവേശ്വരേണ. ദേവേശ്വരൻ ശ്രീപരമേശ്വരന്റെ ക്രോധം കൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് കാമദേവൻ അനങ്കനായിട്ട് ശരീരമില്ലാതെയായി, ഒരംഗങ്ങളും ഇല്ലാതെയായി തീർന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതിനുശേഷം കാമൻ എന്ത് പേര് കിട്ടി? അതാണ് 14ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അനംഗ ഇതി വിഖ്യാതസ്തദാ പ്രഭൃതി രാഘവ സച അംഗവിഷയ ശ്രീമാൻ യത്ര അംഗം സമുമോചഃ. അതിനുശേഷം കാമദേവൻ ഒരു പേര് കിട്ടി, അനങ്കൻ എന്ന്. അനംഗ ഇതി വിഖ്യാത തദാ പ്രഭൃതി. എന്നാണോ ശ്രീപരമേശ്വരൻ കാമദേവന്റെ ശരീരം നശിപ്പിച്ചത്, അന്നു മുതൽ കാമദേവന് അനങ്കൻ എന്ന് പേര് കിട്ടുകയും ചെയ്തു. സച അംഗവിഷയ ശ്രീമാൻ യത്ര അംഗം സമുമോചഃ. അതായത് ഈ പേര് അംഗവിഷയമായിട്ടുള്ള ഒരു പേരാണല്ലോ ഇത്. എവിടെ വെച്ചിട്ടാണോ കാമദേവൻ തന്റെ അംഗങ്ങളൊക്കെ ഉപേക്ഷിച്ചത്, ശരീരം ത്യജിച്ചത്, അത് അംഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവിടെ നടന്നത് എന്നുള്ളത് കൊണ്ട് ആ പ്രദേശത്തിന് അംഗദേശം എന്ന് പേര് കിട്ടുകയും ചെയ്തു. ആ അംഗദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നാണ് വിശ്വാമിത്രൻ കുട്ടികളോട്, ശ്രീരാമനോടും ലക്ഷ്മണനോടും പറഞ്ഞു കൊടുത്തത്. നമുക്ക് 15ാമത്തെ ശ്ലോകം നോക്കാം. തസ്യായമാശ്രമഃ പുണ്യസ്തസ്യേമേ മുനയഃ പുരാ
ശിഷ്യാ ധർമ്മപരാ വീര തേഷാം പാപം ന വിദ്യതേ. ഈ പ്രദേശം, അതാണ് ഈ പുണ്യാശ്രമം. അത് ശ്രീപരമേശ്വരന്റെ ആശ്രമമാണ്. അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇപ്പോ ഉള്ളത്. തസ്യായം ആശ്രമ പുണ്യ തസ്യ ഇമേ മുനയ പുരാ. ഈ മുനിമാരൊക്കെ വളരെ പണ്ടുകാലം മുതൽക്കേ ഇവിടെ ഉള്ളവരാണ്. ശ്രീപരമേശ്വരന്റെ ശിഷ്യന്മാരുമാണ്. ശിഷ്യാഹ ധർമ്മപരാഹ, വളരെ ധാർമ്മികന്മാരാണ്, ഒരു കളങ്കവും ഏശാത്തവരാണ്. അതുകൊണ്ട് തന്നെ തേഷാം പാപം ന വിദ്യതേ, ഒരു പാപവും ഇല്ലാത്തവരാണ്. വളരെ സ്വച്ഛന്മാരായിട്ടുള്ള, വളരെ വിശുദ്ധന്മാരായിട്ടുള്ള മുനിമാരാണ് ഇവിടെ ഉള്ളത് എന്നർത്ഥം. ആ ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നാണ് വിശ്വാമിത്രൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തൊരു ശ്ലോകം കൂടി നോക്കാം. ഇഹാദ്യ രജനീം രാമവസേമ ശുഭദർശന പുണ്യയോ സരിതോർമധ്യേ ശ്വസ്തരിഷ്യാമഹേ വയം. നമുക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിച്ചുകൂട്ടാം. അപ്പൊ സരയൂ നദിയുടെ തീരത്ത് കൂടെ കുറെ സഞ്ചരിച്ചിട്ട് ആവണം ഗംഗാ സരയൂ സംഗമം കണ്ടത്. അവിടെ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടാണ്. ഇഹ അദ്യ രജനീം രാമ വസേമ. രാമ ശുഭദർശന, അല്ലയോ രാമ, നമുക്ക് ഇന്നത്തെ രാത്രി, അതാണ് അദ്യ രജനീം, ഇന്നത്തെ രാത്രി നമുക്ക് ഇഹ വസേമ, നമുക്ക് എല്ലാവർക്കും ഇവിടെ താമസിക്കാം. രാമ എന്ന് വിളിക്കുന്നതിന്റെ ഒപ്പം തന്നെ ലക്ഷ്മണനോടും കൂടിയിട്ടുള്ളതാണ് വാക്കുകൾ. നമുക്ക് ഇന്നത്തെ രാത്രി ഈ ഒരു ആശ്രമങ്ങളിൽ, അതായത് ഈ സ്ഥാണുവിന്റെ ആശ്രമങ്ങളിൽ, സ്ഥാണു ആശ്രമങ്ങളിൽ നമുക്ക് താമസിക്കാം. അത് പ്രത്യേകതയും കൂടിയുണ്ട്. പുണ്യയോഹ സരിതോർമധ്യേ, പുണ്യങ്ങളായിട്ടുള്ള രണ്ട് നദികള്, ഗംഗാ സരയൂക്കൾ, അവയുടെ സംഗമസ്ഥാനം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്, വളരെ പുണ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്, വിശുദ്ധിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ഒക്കെ താമസിക്കുന്നത്, ഇവിടെ ശയിക്കുന്നതൊക്കെ നമുക്ക് അനഘത, പാപങ്ങൾ, നമ്മുടെ പാപങ്ങൾ ഇല്ലാതെയാവാൻ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്വസ്തരിഷ്യാമഹേ വയം, നമുക്ക് ബാക്കി മാർഗം അടുത്ത ദിവസം സഞ്ചരിക്കാം എന്ന് പറഞ്ഞ് അന്നത്തെ രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് വിശ്വാമിത്രൻ. കുട്ടികളോട് അതാണ് പറയണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. കന്ദർപ്പോ മൂർത്തിമാനാസീത് കാമയിത്യുച്യതേ ബുധൈഃ തപസ്യന്തമിഹ സ്ഥാണും നിയമേന സമാഹിതം കൃതോദ്വാഹം തു ദേവേശം ഗച്ഛന്തം സമരുദ്ഗണം ദർശയാമാസ ദുർമേധാ ഹുംകൃതശ്ച മഹാത്മന അവധ്യാതശ്ച രുദ്രേണ ചക്ഷുഷാ രഘുനന്ദന വ്യശീര്യന്ത ശരീരാത് സ്വാത് സർവഗാത്രാണി ദുർമതേ തത്ര ഗാത്രം ഹതം തസ്യ നിർദഗ്ധസ്യ മഹാത്മന അശരീരകൃതഃ കാമ ക്രോധാദ് ദേവേശ്വരേണ അനംഗ ഇതി വിഖ്യാതസ്തദാ പ്രഭൃതി രാഘവ സജാംഗവിഷയ ശ്രീമാൻ യത്രാംഗം സമുമോചഃ. തസ്യായമാശ്രമഃ പുണ്യസ്തസ്യേമേ മുനയഃ പുരാ ശിഷ്യാ ധർമ്മപരാ വീര തേഷാം പാപം ന വിദ്യതേ. ഇഹാദ്യ രജനീം രാമ വസേമ ശുഭദർശന പുണ്യയോ സരിതോർമധ്യേ ശ്വസ്തരിഷ്യാമഹേ വയം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.